ബേസിക്കലി ഭയങ്കര ചെറിയൊരു പ്ലോട്ടാണ് സിനിമ. ഭയങ്കര ചെറിയൊരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. നമ്മളങ്ങനെ വലിയ ഭീകര ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പിന്നെ എന്തിനാ കാണുന്നത് വെച്ചാൽ അങ്ങനെ പറയരുത്. അല്ലല്ല, ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഞങ്ങള് മൂന്നുപേര്, ഇപ്പൊ ദേവിക, ഞാൻ, ജഗദീഷ് ചേട്ടൻ, ഞങ്ങൾ മൂന്നുപേരും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഐപ്പ്, ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഐപ്പ്, ഞാൻ ചെയ്യുന്ന തിയു, ദേവിക ചെയ്യുന്ന ചാരു. ഇവരുടെ മൂന്നുപേരുടെയും ലൈഫും അതിലുണ്ടാവുന്ന കാര്യങ്ങളെയും പറ്റിയാണ് സിനിമ. അതാണ് സിനിമയുടെ ഒരു കഥ, അവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഈ കഥ കേൾക്കുന്നത്, ഡയറക്ടറിന്റെ എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ടാണ് ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. ഇങ്ങനെ ഡയറക്ടർ അരുൺ ചേട്ടൻ ഇങ്ങനെ ഒരു സാധനം എഴുതുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഞാനൊന്ന് കേട്ട് നോക്കിയോട്ടെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ അരുൺ ചേട്ടനെ മീറ്റ് ചെയ്യുന്നതും. അരുൺ ചേട്ടൻ എനിക്കൊരു നരേഷൻ തന്നെ. അപ്പൊ ഞാൻ ഈ കഥ കേട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടർ, എല്ലാവരും ചെയ്ത ക്യാരക്ടറായിട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടി. എസ്പെഷ്യലി ഞാൻ ചെയ്ത ക്യാരക്ടർ തിയോ ആയിട്ട്. അപ്പൊ തിയോന്റെ ഇപ്പൊ തിയോ കുഞ്ഞായിരിക്കുന്ന മുതൽ തന്നെ അവൻ ചെയ്യാത്ത പല കാരണങ്ങളാൽ അവൻ ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് എത്തിയിട്ട് അവന് ആരും ഇല്ല ചുറ്റും. ആകെ അവനൊരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. അവന് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെയാണ്, അവനൊരു ചെറിയ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ അവന്റെ വിഷമങ്ങൾ പറയാൻ ആരുമില്ല, അവന്റെ സന്തോഷങ്ങൾ ഇല്ല, എന്നാൽ പോലും ഒന്നും ഷെയർ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അതാണ്. അപ്പൊ അവനെ പലരും അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കണ്ടിട്ടാണ് അവനെ ആൾക്കാർ മെന്റൽ ഇതൊക്കെ വിളിക്കുന്നത്. പക്ഷെ അവൻ അവൻ്റെതായ കാരണങ്ങളുണ്ട് അവന്റെ പ്രവൃത്തികൾക്ക്. അപ്പൊ അവൻ എങ്ങനെയാണ് ഈ ഒറ്റപ്പെടലിൽ നിന്ന് അവനൊരു കംഫർട്ട് കണ്ടെത്തുന്നതും. അപ്പോ അത് കുറച്ച് ഒരു എന്താ പറയാ, ഒരു വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവന്റെ രീതി അങ്ങനെയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് അവൻ റിയൽ കണക്ഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഐപ്പിനെ പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് ചാരുവിനെ പരിചയപ്പെടുന്നത്, ഇവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ എന്താണ്. അങ്ങനെ ഒരു വളരെ ഒറ്റപ്പെടലിനെയൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നതും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടാൻ ഒരാളോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്നൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്.